തൃശ്ശൂർ എക്സിബിഷൻ ഇറങ്ങിയതാണ്. മെയ് 1 തീയതി നല്ല തിരക്ക് അവിടെ. ഏതായാലും ടിക്കറ്റ് എടുക്കട്ടെ. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഉള്ളിൽ കയറാം. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, കുടുംബസമേതമാണ് വന്നിട്ടുള്ളത്. 40 രൂപ ടിക്കറ്റ്. Future is headed. It's time to take the first step towards your dream career. Appear for the entrance exam by Mother Institute of Management. നല്ല തിരക്കാണ്. സ്ഥിരം സാധനങ്ങൾ. മാറ്റൊന്നുമില്ല. എൻ്റെ കുട്ടിക്കാലത്ത് കാണുന്ന അതേ സാധനങ്ങളൊക്കെ തന്നെ എപ്പോഴും എൻ്റെ ഉള്ളിലുള്ളത്. എല്ലാം ഞാൻ ചെറുപ്പകാലത്ത് വരുമ്പോഴതൊക്കെ തന്നെ. ഇവിടെ ഒരു രാജസ്ഥാനി കട. ഇരുന്ന് കയറണ്ട. അതെ, ഒപ്പം നിൽക്കട്ടെ, അല്ലെങ്കിൽ കൂട്ടം തെറ്റും. ഏതായാലും അതൊരു ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ഞാൻ വരാറുണ്ട് കേട്ടോ. ഒരു 2-3 കൊല്ലമായിട്ട് വന്നിരുന്നില്ല, വീണ്ടും വന്നതാ. അവിടെ എവിടെയെങ്കിലും അവിടുന്ന് മേടിക്കും. നോക്കിക്കോ, കമ്മൽ നോക്കിക്കോ. ഷോപ്പിലോ ഓൺലൈനിലോ നിങ്ങൾക്ക് എവിടെ ഗ്യാരണ്ടി കിട്ടില്ല. ഇന്ന് ഞങ്ങൾ വന്ന ദിവസം ഒട്ടുക്കത്തെ തിരക്കായി പോയി. മെയ് 1 മുടക്കായി കയറാനുള്ള തിരക്ക് ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. രക്ഷയില്ല. ഇങ്ങനെ ഈ എന്താ പറയുക, തൃശ്ശൂർ പൂരത്തിന് തെക്കോട്ടിറക്കത്തിനുള്ള തിരക്ക് പോലെയാണ് നടക്കുന്ന സ്ഥലത്ത് മുഴുവൻ. അപ്പോൾ ഞങ്ങൾ വേറെ വഴി മാറി നടന്നു. ഒരു രക്ഷയില്ല. അയ്യോ വയ്യണ്ടി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യം 10 കിലോയോളം വരുന്ന ഭീമൻ മത്സ്യം ഇതാണ്. പല വന്ന മത്സ്യങ്ങളുടെ അപൂർവ ശേഖരമായി ആന്റലിയ ഓഷ്യൻ വേൾഡ്. എന്ത് മീനാന്നറിയില്ല. ഇതിൽ കയറാനേ 100 രൂപയാണ് ഒരാൾക്ക്, 400 രൂപ. AC ഉണ്ട്, അതുകൊണ്ട് ഇതിൽ കയറിയത്. കാരണം ചൂടിന്ന് ചെറിയൊരു സമാധാനം കിട്ടുമല്ലോ. നമ്മൾ നടക്കുമ്പോഴേ ഭയങ്കര ചൂടാ, അല്ലെങ്കിൽ ചെറിയൊരു സമാധാനം AC-ലാകുമ്പോൾ. അപ്പോൾ ഇതിനുള്ളിൽ കൂടെ നടക്കാമെന്ന് വിചാരിച്ചു. ഇത് കൊള്ളാല്ലേ? ഇത് നന്നായിട്ടുണ്ട്.
AC കാരണം ചെറിയൊരു സമാധാനം. ₹100 കൊടുത്താലേ 10 മിനിറ്റ് AC കൂടെ നടക്കാം. അല്ലാണ്ട് അതിനുള്ള ഇത്ര വലിയ കാണാനുള്ള സംഭവമൊന്നുമില്ല. ഒരു രസം, ടൈം പാസ്, ഇത്രയേ ഉള്ളൂ. തണുപ്പുണ്ട്, AC കാരണം നല്ല തണുപ്പാണ്. അത് കാരണം ഒരു മനസ്സമാധാനം. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയതാ. ചേട്ടാ ഒരു പ്ലേറ്റ് എത്ര? 80 രൂപ. ആ ചട്നി എടുത്തോ. എങ്ങനെ ഉണ്ടായിരുന്നു മുട്ട? എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നാ? അതെ. അക്വേറിയം മെഗാ എക്സിബിഷനിൽ മാത്രം പന്തുകൾ കൊണ്ട് ഏത് വേട്ടയും നടത്താൻ കേൾക്കുന്ന ലോകത്തിലെ ഏറ്റവും ക്രൂര മത്സ്യം 10 കിലോയോളം വരുന്ന. എങ്ങനെ ഉണ്ടായിരുന്നു? കുട്ട വയ്യൻ്റെ അങ്ങോട്ട് അങ്ങോട്ട് അത് വേണ്ട, ഇനി പോവാ. എട്ടരേ ഇനി പറ്റില്ല, നടക്ക്. ISRO പവലിയൻ, അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി നോക്കാം. മുഴുവൻ കയറുന്നില്ല, ISROയിൽ നിന്ന് കയറി നോക്കാം. എക്സിബിഷനിൽ നടന്ന് കുട്ടൻ്റെ ഉപ്പാടല്ലേ കുട്ട നടന്നു വയ്യണ്ടേ? കുട്ടന് നടന്നു വയ്യണ്ടേ എക്സിബിഷനിൽ? എനിക്ക് വയ്യണ്ടേ. ഏതായാലും ഇവിടെ വേറൊരു സാധനം കാണാൻ വേണ്ടി നിൽക്കുക. അയ്യോ ഇരുട്ടായ അടിപൊളി.
സാധനം കൊള്ളാം. മൂൺ വാക്ക് എന്ന് പറയുന്നത് കാണാൻ നല്ലതാണ്. 100 രൂപയുള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഒരു 5-10 മിനിറ്റ് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കും. ഈ കേരള പോലീസിൽ കയറണോ? ഒന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല കാണാൻ. ജയിലൊക്കെ ഉണ്ടാവും. വാ, ജയിലൊക്കെ കാണിച്ചു തരാം. കേരള പോലീസിൽ കയറാം. ആന മാത്രം ഉണ്ടാവില്ല കേട്ടോ കേരള പോലീസിൽ. പൂരം വൈബ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളറിയാത്ത മറ്റൊരു മുഖം അവനുണ്ടായിരുന്നോ? ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ് ട്രെൻഡിങ് സ്വർണ്ണ വജ്രാഭരണങ്ങളുടെ കവലീയ ശേഖരം. ഇനി നിനക്ക് 0% പണിക്കൂലി സ്വർണ്ണം വാങ്ങണോ? എക്സിബിഷൻ ഹാളിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നല്ല തിരക്കെന്ന് പറഞ്ഞ പോരാട്ടോ. ചില്ലറ തിരക്കുന്നായിരുന്നില്ല എൻ്റെ ഉള്ളിൽ. മനുഷ്യൻ്റെ പണി തീർന്നു. അയ്യോ, ഏകദേശം ഒരു 9 മണിയായി. ഞങ്ങളൊരു 6:30 അതിനുള്ളിൽ കയറിയതാണ്. ഇതൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, അത്ര തിരക്കായിരുന്നു. ഒരു ക്ലോസ് ചെയ്ത ടൈമായി. അത് കാരണം ആൾക്കാർ മൊത്തം ഗ്രൗണ്ടിലൊക്കെ ആൾക്കാർ കുറഞ്ഞതാണ്. ഒഴിവ് ദിവസങ്ങളിൽ കഴിയാവുന്ന വരാണ്ടൊക്കെയാണ് നല്ലത് തോന്നി. ഏതായാലും തൃശ്ശൂർ എക്സിബിഷൻ എല്ലാവരും വന്ന് കാണുക. എല്ലാവർക്കും പൂരത്തിൻ്റെ അഡ്വാൻസ് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹായ്, ബൈ.